ഒരു ആദിവാസി സംഘടനയ്ക്ക് ലോകത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കൊടുക്കുന്ന ഒരു പുരസ്കാരം $30,000. ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ ട്രസ്റ്റിനെയും എന്നെയും വഞ്ചിക്കപ്പെട്ട ആ വ്യക്തിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ആ തുക എൻ്റെ സംഘടനയ്ക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഗവൺമെൻറ് തലത്തിലോ അന്വേഷണം നടത്തി അത് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ച് കിട്ടിയാൽ അതൊരു വളരെ നല്ല ഭാഗ്യമായിരിക്കും. 1-2 പൈസയല്ല, ഒരു ഏകദേശം $30,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി കുറച്ച് ഏതാണ്ട് ഒത്തിരി പൈസ വരും. അപ്പോൾ അത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതല്ല, എൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ വരേണ്ടതാണ്. ആഫ്രിക്കയിൽ പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അത് കുട്ടിമാത്തങ്ങാണി വരണം, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വരണം. പക്ഷേ അവാർഡ് വാങ്ങാനാണെന്നോ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നോ ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്ക് ഭാഷ അറിഞ്ഞൂടല്ലോ, മലയാളം മാത്രമല്ലേ എനിക്കറിയാവൂ. സർട്ടിഫിക്കറ്റ് എൻ്റെയിലും തന്നു, ഈ എമൗണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരം ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ട്രസ്റ്റിന് അവാർഡ് തരുന്നതെന്നൊന്നും പറഞ്ഞതൊന്നും എനിക്ക് അറിഞ്ഞൂടല്ലോ, എനിക്ക് മലയാളമല്ലേ അറിയാവൂ. അപ്പോൾ ഈ പുഷ്പാങ്കദൻ പറഞ്ഞു അവരുടെ ട്രസ്റ്റിന് ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല, എമൗണ്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാനും കൂടെയാണ് അവരുടെ ട്രസ്റ്റ് നടത്തിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. UNDP ആണല്ലോ അവാർഡ് പ്രഖ്യാപിച്ചതും അവാർഡ് കൊടുത്തതും. അപ്പോൾ UNDP ഇത് ആർക്ക് കൊടുത്തു? പുഷ്പാങ്കദനാണോ തന്നത്, ട്രസ്റ്റിനാണോ കൊടുത്തതെന്ന് UNDPയുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. കോടികളുടെ ആസ്തിയുള്ള ആ ഒരു വ്യക്തി ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ സമുദായത്തിൻ്റെ രൂപ കട്ടെടുത്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ആരോഗ്യ പച്ചില കണ്ടുപിടിച്ചു, പത്മ പുരസ്കാരം അടക്കം കിട്ടേണ്ടിയിരുന്ന വ്യക്തി. ആമലയുടെ രാഷ്ട്രീയം തേടിയെത്തിയ മലയാളി വാർത്തയ്ക്ക് മുന്നിൽ ഇവിടുന്ന് മറ്റൊരു രോദന കഥയാണ് പറയാനുള്ളത്. ഇത് നമ്മളോട് കൂടെയുള്ളത് കുട്ടിമാത്തൻ കാണിയുന്ന വ്യക്തിയാണ്, ആരോഗ്യ പച്ചില കണ്ടുപിടിച്ച വ്യക്തിയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആരോഗ്യപച്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 1987 ആരോഗ്യപച്ച ഒരു ശാസ്ത്ര ലോകത്തെ അറിയിക്കുന്നത്. അതിന് ഞങ്ങളുടെ പൂർവികരുടെ കാലത്തും ഞങ്ങൾ പച്ചയ്ക്ക് കാട്ടിലൊക്കെ വെച്ച് തിന്നുകയും അതിൻ്റെ ഗുണഫലം വിശപ്പും ക്ഷീണവും മാറുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. ആ ഒരു അനുഭവം ശാസ്ത്രജ്ഞന്മാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് കുറച്ച് ഞങ്ങളിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുപോയി ജമ്മു കാശ്മീരിൽ കൊണ്ടുപോയി റിസർച്ച് ചെയ്തപ്പോൾ അത് മനുഷ്യൻ്റെ കരളിന് എനർജി കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യത്യസ്തമായ ചെടിയാണ് ആരോഗ്യപച്ച എന്ന് കണ്ടെത്തി. അങ്ങനെ ആരോഗ്യപച്ചയിൽ നിന്നും ജീവനി എന്ന ഒരു മരുന്ന് നിർമ്മിച്ച് ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന് കൊടുത്തു. അത് ഈ ശാസ്ത്രലോകം അത് TVJRI ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏറ്റെടുത്തത്. അവരാണ് ഈ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂരിന് കൊടുത്തത്. അപ്പം ഇത് അറിഞ്ഞിട്ട് ഈ ശാസ്ത്രജ്ഞന്മാർ തന്നെ ലോക മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ അറിയിച്ചു, ഇന്ത്യക്ക് പുറത്തുള്ള മുഴുവൻ ലോകരാജ്യങ്ങളെ അറിയിച്ചു. അപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു ലെറ്റർ വന്നു. അപ്പം ആ സമയത്ത് 1997 ഞങ്ങൾ കാണി സമുദായ ക്ഷേമ ട്രസ്റ്റ് എന്ന പേരിലൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. പിന്നെ ഒരു രാജേന്ദ്രൻ കാണി പ്രസിഡൻ്റായിരുന്നു. അപ്പം ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഈ മാധ്യമങ്ങളിലൂടെ ലോകരാജ്യങ്ങളെ ആരോഗ്യപച്ചയെക്കുറിച്ച് അവർ അറിയിച്ചത്. അപ്പോഴാണ് 2002 ഒരു ദേശീയ ഭൗമ ഉച്ചകോടി നടന്നു ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ച്. 27 രാജ്യത്തുള്ള 16,000 പേര് പങ്കെടുക്കുന്ന 3 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പദ്ധതിയാണത്. അപ്പോൾ ആ പദ്ധതിയിൽ പങ്കെടുക്കാൻ എനിക്കും അവിടെ നിന്ന് ലെറ്റർ അയച്ചു. അപ്പോൾ ഡോക്ടർ P. പുഷ്പാങ്കദൻ, ഈ ശാസ്ത്രജ്ഞന്മാരിൽ മെയിനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ആഫ്രിക്കയിൽ പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്, അത് കുട്ടിമാത്തങ്ങാണി വരണം, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വരണം. പക്ഷേ അവാർഡ് വാങ്ങാനാണെന്നോ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നോ ഒന്നും പറഞ്ഞില്ല. കാരണം നമുക്ക് ഭാഷ അറിഞ്ഞൂടല്ലോ, മലയാളം മാത്രമല്ലേ എനിക്കറിയാവൂ. ഈ പറഞ്ഞ പുഷ്പാങ്കദൻ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് ഭാഷ അറിയാവുന്ന ആൾ. അയാൾ ഈ പറയുന്ന സമയത്ത് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ എന്ന ഒരു പൂർണ്ണമായി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഈ 2002. ആ സമയത്താണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. 2002 ആഗസ്റ്റ് 18 തിരുവനന്തപുരത്ത് നിന്ന് കയറി ബോംബെ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് കയറി 14.5 മണിക്കൂർ യാത്ര ചെയ്ത് ജോഹന്നാസ്ബർഗിൽ ഇറങ്ങി. അവിടെ മുതൽ 16 ദിവസം ഈ ദേശീയ ഭൗമ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ജോഹന്നാസ്ബർഗിലുണ്ടായിരുന്നു. അവിടെ ലോഡ്ജൊക്കെ എടുത്തു തന്നു, രാത്രി തങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ എടുത്തു തന്നു. 27 രാജ്യത്തുള്ള ആളുണ്ടായിരുന്നു, 3 പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയിൽ നിന്ന്, നെൽസൺ മണ്ടേല ആഫ്രിക്കയിലെ, കനേഡിയയിലെ ഒരു പ്രൈം മിനിസ്റ്റർ, പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ സന്ദർഭത്തിൽ ഇവിടെ
22-ാം തീയതി ബ്രിട്ടോറിയം, ആഫ്രിക്കയുടെ തലസ്ഥാനമായ ബ്രിട്ടോറിയമിൽ വെച്ച് നടന്ന ഫംഗ്ഷനിൽ വെച്ചാണ് ഈ അവാർഡ് വിതരണം ചെയ്തത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തന്നു, ഈ എമൗണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരം ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ട്രസ്റ്റിന് അവാർഡ് തരുന്നതെന്നൊന്നും പറഞ്ഞതൊന്നും എനിക്ക് അറിഞ്ഞൂടല്ലോ, എനിക്ക് മലയാളമല്ലേ അറിയാവും. അപ്പോൾ ഈ പുഷ്പാങ്കദൻ പറഞ്ഞു അവരുടെ ട്രസ്റ്റിന് ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല, എമൗണ്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാനും കൂടെയാണ് അവരുടെ ട്രസ്റ്റ് നടത്തിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു, അതായത് ഇക്കറ്റീവ് പുരസ്കാരം ഒരു ആദിവാസി സംഘടനയ്ക്ക് ലോകത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കൊടുക്കുന്ന ഒരു പുരസ്കാരം $30,000. അപ്പം ഈ തുക അവിടെയുള്ള അവർ കൊടുത്തവർ വിചാരിച്ച് കാണും എനിക്ക് തന്നെന്നോ അല്ലെങ്കിൽ എൻ്റെ സംഘടനയ്ക്ക് തന്നെന്നോ വിചാരിച്ച് കാണും. അപ്പോൾ എനിക്ക് ഞാൻ സംസാരിച്ച് അവിടെയുള്ളവർക്ക് പറഞ്ഞുകൂടാ, ഈ പുഷ്പാങ്കദന് എൻ്റെ ഭാഷയും അറിയാം, അവിടെയുള്ള എല്ലാ ഭാഷയും അറിയാമല്ലോ. അങ്ങനെ ഇദ്ദേഹം അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എമൗണ്ട് അദ്ദേഹവും വാങ്ങിച്ചു. 16 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് എന്നെ തിരിച്ച് ബോംബെയിൽ കൊണ്ടുവന്നു. ബോംബെയിൽ കൊണ്ടുവന്നിട്ട് എന്നെ തിരുവനന്തപുരത്തേക്ക് കയറ്റിവിട്ടു. അപ്പം ഈ സമയത്തിനകത്ത് ആഫ്രിക്കയിൽ ഇത് റാഡാണ്, നമ്മൾ പൈസയ്ക്ക് പോരാ അവിടെ റാഡാണ്. അപ്പം 1355 റാഡ് ഒരു കവറിലിട്ട് തന്നു. അപ്പം ഈ പുഷ്പാങ്കദൻ സാർ പറഞ്ഞു ഇത് നമുക്ക് ബെസ്പെയറിനാണ്, നമുക്ക് ഇന്ത്യൻ പൈസ ആക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ അവിടെ ആഫ്രിക്കയിൽ വെച്ച് തന്നെ അതിനവിടെ വെച്ച് ഡോളറാക്കി. അപ്പോൾ ഈ 1355 റാഡ് ഡോളറാക്കിയപ്പോൾ വെറും $86 ഉണ്ടായിരുന്നുള്ളൂ. അതിന് ബോംബെയിൽ വന്നിട്ട് ഇന്ത്യൻ പൈസ ആക്കിയപ്പോൾ 5320 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ എൻ്റെ അടുത്ത് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ചിലവാക്കരുത്, നീ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ നിൻ്റെ കുറ്റിച്ചൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ആളുകളൊക്കെ അവിടെ വരും, അവർ നിന്നെ കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പഞ്ചായത്തിൻ്റെ ആളുകളും എൻ്റെ ആൾക്കാരുമൊക്കെ ഒരു വണ്ടി വിളിച്ച് അവിടെ വന്നു. അപ്പോൾ ഒരു 10-20 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കിയതും ആ വണ്ടിയിൽ ഒരു 10-20 പേരാണ് 18-ാം തീയതി കൊണ്ടാക്കിയത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ 5320 രൂപയുണ്ട്. അപ്പം അതിൽ അങ്ങോട്ട് പോയതിന് 1000 രൂപ, ഇങ്ങോട്ട് വന്നതിന് 1000 രൂപ, അങ്ങനെ വണ്ടിക്ക് 2000 രൂപ കൊടുത്തു. പിന്നെ കാട്ടാക്കട വന്നിട്ട് ഈ കൂടെ വന്നവർക്ക് എല്ലാവർക്കും നേരത്തെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പം 10,000-1500 രൂപയ്ക്കകത്ത് അങ്ങനെ. പിന്നെ ഒരു 10,500 രൂപ ഞാൻ മിച്ചവും ഞാനും എൻ്റെ ഭാര്യ മക്കളുമായിട്ട് ചിലവാക്കുകയും ചെയ്തു. അത്രയുമാണ് ഈ ആഫ്രിക്കയിൽ പോയതിൽ എനിക്കുണ്ടായ നേട്ടം. അപ്പോൾ ഇത് കേസ് നടക്കുകയാണ്. അതിപ്പം ഇത് ഈ 16 വർഷത്തിന് ശേഷം ഇവിടുത്തെ ഒരു കേരള കൗമുദിയുടെ സബ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു കിരൺ ബാബു, ഇപ്പം ദേശാഭിമാനിൽ ജോലി ചെയ്തതാണ്. അദ്ദേഹം ഇത് വളരെ വിശദമായി UNDP-യിൽ തിരക്കിയപ്പോൾ UNDP-യുടെ കോർഡിനേറ്റർ ഒരു അലകണ്ട എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഒരു ഇക്കറ്റീവ് പുരസ്കാരം ലോക ചരിത്രത്തിൽ ആദ്യമായി കൊടുത്തത് ആദിവാസി ട്രസ്റ്റിനാണ്, ഒരു വ്യക്തിപരമായിട്ട് ആർക്കും കൊടുത്തതല്ല. അപ്പോൾ ഈ എമൗണ്ട് എങ്ങനെ ചിലവാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പത്രങ്ങളിൽ എഴുതി. ഈ വാർത്ത കണ്ടും കൊണ്ട് SC കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അപ്പോൾ എന്താണ് ഇപ്പോൾ താങ്കളുടെ ആവശ്യം എന്താണ് ഈ ഒരു വിഷയത്തിൽ? അപ്പം ഈ ഒരു ആവശ്യം ഇത് SC കമ്മീഷൻ കേസെടുത്തു. എന്നെയും വിളിച്ചു, പുഷ്പാങ്കദനെയും വിളിച്ചു ഒരു പ്രാവശ്യം. അപ്പോൾ അന്ന് പുഷ്പാങ്കദന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അയാളുടെ മകനാണ് അദ്ദേഹത്തിന് പകരം വന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു, എനിക്ക് പകരം എൻ്റെ കൂടെ വന്നത് ഈ കിരൺ ബാബു എന്ന് പറഞ്ഞ ആൾ വന്നു. ആഗ്രഹമുണ്ട്. അപ്പോൾ അന്ന് അവിടെ അതെ, അപ്പോൾ അന്ന് അവിടെ ഈ SC കമ്മീഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു സൗമ്യ മാഡം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ഈ ഇവർ കൊണ്ടുവന്ന ഇതുണ്ടല്ലോ ഡോക്യുമെൻറ്റ്സുകൾ, ഈ പുഷ്പാങ്കദനും മോഹനും കൂടെ കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പുഷ്പാങ്കദന് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഇദ്ദേഹം ലാസ്റ്റ് മജിസ്ട്രേറ്റ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ പുഷ്പാങ്കദൻ കൊണ്ടുവന്ന എല്ലാ ഡോക്യുമെൻറ്റ്സുകളിലും പുഷ്പാങ്കദന് കിട്ടിയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കണ്ടുപിടിച്ച പച്ചിലയുടെ ഗുണം എന്താണ് പറയാം. ഇതിൽ ഈ UNDP ആണല്ലോ അവാർഡ് പ്രഖ്യാപിച്ചതും അവാർഡ് കൊടുത്തതും. അപ്പോൾ UNDP ഇത് ആർക്ക് കൊടുത്തു, പുഷ്പാങ്കദനാണോ തന്നത്, ട്രസ്റ്റിനാണോ കൊടുത്തതെന്ന് UNDP-യുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഇത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്നെ ഒരാളെ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ആദിവാസി കേരള കാണി സമുദായത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു കേസാണ്. 1-2 പൈസയല്ല, ഒരു ഏകദേശം $30,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി കുറച്ച് ഏതാണ്ട് ഒത്തിരി പൈസ വരും. അപ്പോൾ അത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതല്ല, എൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ വരേണ്ടതാണ്. അങ്ങനെ വന്നെങ്കിൽ ആ ട്രസ്റ്റിൽ എത്രയോ കാണിക്കാർ അംഗങ്ങളുണ്ടോ അവർക്ക് മുഴുവൻ പ്രയോജനപ്പെടേണ്ട പൈസയാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ ട്രസ്റ്റിനെയും എന്നെയും വഞ്ചിക്കപ്പെട്ട ആ വ്യക്തിയിൽ നിന്നും
ഏതെങ്കിലും തരത്തിൽ ആ തുക എൻ്റെ സംഘടനയ്ക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഗവൺമെൻറ് തലത്തിലോ അന്വേഷണം നടത്തി അത് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ച് കിട്ടിയാൽ അതൊരു വളരെ നല്ല ഭാഗ്യമായിരിക്കും. മാത്രവുമല്ല, ഞങ്ങളുടെ സമൂഹത്തെ മലയാളം പോലും ശരിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത എന്നെ സൗത്ത് ആഫ്രിക്കയിൽ വിളിച്ചുകൊണ്ട് പോയി ഇത്രയ്ക്കും അതൊരു വലിയൊരാളാണ്. ഒരു ചെറിയ ഒരു പട്ടണിപ്പാവങ്ങളാരെങ്കിലും 10,000 രൂപ പറ്റിച്ചുവെങ്കിൽ എനിക്ക് സങ്കടമില്ല. ഇത് ലക്ഷക്കണക്കിന് രൂപ, അതായത് കോടികളുടെ ആസ്തിയുള്ള ആ ഒരു വ്യക്തി ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ സമുദായത്തിൻ്റെ രൂപ കട്ടെടുത്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ എന്നെയും എൻ്റെ സമൂഹത്തെയും വഞ്ചിച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തി, അത്രയും വലിയ വ്യക്തിയിൽ നിന്ന് ആ തുക പിടിച്ച് എൻ്റെ ട്രസ്റ്റിന് തന്ന് കിട്ടിയാൽ എൻ്റെ എനിക്കൊന്നും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സമൂഹത്തിന് അത് ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടുത്താൻ എനിക്കും എൻ്റെ ട്രസ്റ്റിൻ്റെ ഭരണസമിതിക്കും കഴിയും. അപ്പോൾ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയ കേസെടുത്തു. എന്നെയും പുഷ്പാംഗ സാറിനെയും ഒരിടത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അയാളും അയാളുടെ മകനുമായിട്ട് കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പുഷ്പാംഗത്തിനാണ് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. എന്നാൽ ലാസ്റ്റ് ആ റിട്ടയർഡ് മജിസ്ട്രേറ്റ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇത്രയും ഡോക്യുമെൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പുഷ്പാംഗതന് അവാർഡ് കിട്ടി എന്നുള്ളതാണ്. എന്നാൽ ആ UNDP ആണ് അവാർഡ് പ്രഖ്യാപിച്ചതും ഈ അവാർഡ് തന്നതും. അപ്പോൾ UNDP ഇത് ട്രസ്റ്റിനാണോ കൊടുത്തത്, പുഷ്പാംഗതനാണോ കൊടുത്തത് എന്നുള്ള ഒരു റിപ്പോർട്ടും UNDPയുടെ റിപ്പോർട്ട് ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അത് UNDPയിൽ തിരക്കിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് പുഷ്പാംഗതനെയും പറഞ്ഞയച്ചു, എന്നെയും പറഞ്ഞയച്ചു. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടില്ല. അതെ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിലൊരു നടപടി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു നീതി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് എതിരെ, അദ്ദേഹത്തിനെതിരെ കോടതി പോകാനും പോലും ഉള്ള സാമ്പത്തികമോ അതിനുള്ള വിദ്യാഭ്യാസമോ ഇല്ല. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആണ് ഇത്രയും വഞ്ചിക്കപ്പെട്ടത്. അപ്പം അത്രയും ഒരു ദുർബലരായ ഞങ്ങളെ വഞ്ചിച്ചത് കൊണ്ട് പിന്നെ ഇതൊന്നുമല്ല, എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇത്രയും എമൗണ്ട് കിട്ടിയതായിട്ട് അറിഞ്ഞിട്ട് എനിക്കെതിരെ എൻ്റെ സമൂഹ അംഗങ്ങൾ, എൻ്റെ സമുദായ അംഗങ്ങൾ എനിക്കെതിരെ ഒരുപാട് പ്രതികരിക്കുകയുണ്ടായി. എനിക്കെതിരെ വിജിലൻസിൽ കേസ് കൊടുത്തു, ലോക്കൽ പോലീസിൽ കേസ് കൊടുത്തു. അവിടെ നിന്നൊക്കെ അന്വേഷണങ്ങൾ വന്നു. എന്നെ വിജിലൻസ് ഓഫീസിൽ അവിടെ PMG ജംഗ്ഷനിലെ വിജിലൻസിൻ്റെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഹെഡ് ഓഫീസിൽ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചപ്പോൾ ഞാൻ തെറ്റുകാരൻ അല്ല എന്ന് കണ്ടു. അപ്പം ഇതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി അവരെടുത്തിട്ട് ഞാൻ കൊണ്ടുപോയ ഒറിജിനലെല്ലാം എൻ്റെ തന്നു. അവരുടെ വണ്ടിയിൽ കയറ്റി തിരിച്ച് തമ്പാനൂർ കൊണ്ടുവന്നിട്ട് എനിക്ക് ഊണൊക്കെ വാങ്ങിച്ചു 500 രൂപയും തന്ന് എന്നെ കാട്ടാക്കടയ്ക്ക് ബസ് കയറ്റി വിട്ടു. അപ്പോൾ എനിക്ക് തന്ന ശിക്ഷ അത്രയുമാണ്. ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ഇത് 2002 2002 ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലാണ് ഈ അവാർഡ് വിതരണം നടന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമേ കേസെടുത്തുള്ളൂ, മുഖ്യമന്ത്രിക്കൊന്നും പരാതി കൊടുക്കാൻ? SC കമ്മീഷനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇതേവരെ ചലിച്ചിട്ടില്ല. ഇല്ല, SC കമ്മീഷനാണ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. അതിൻ്റെ ഒരു സൗമ്യ മേഡം, കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹം ആണ് ഇതിന് ബന്ധപ്പെട്ടത്. അതെ.